കൊടൈക്കനാലിലെ ചുരങ്ങളിൽ എപ്പോഴും പതിയിരിക്കുന്ന ചില പൈശാചിക ശക്തികളുണ്ട്. കൊടൈക്കനാൽ ചുരങ്ങളിലാണ് പണ്ടുകാലത്ത് ഒരുപാട് ആക്സിഡന്റ് മരണങ്ങൾ സംഭവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചുരങ്ങളിലൊക്കെ എപ്പോഴും ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുമായിരുന്നു. അങ്ങനെ 18 പേരടങ്ങുന്ന ഒരു കോളേജ് സംഘം അന്ന് കൊടൈക്കനാലിലേക്ക് യാത്ര തിരിക്കാൻ ആരംഭിക്കുന്നു. അവരെല്ലാവരും ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിരുന്നു. അന്ന് മൂന്നാറിൽ നിന്നും കൊടൈക്കനാലിലേക്ക് അവർ യാത്ര തിരിക്കാൻ ഒരുങ്ങുമ്പോൾ അവരെല്ലാവരും വളരെ സന്തോഷവാന്മാരായിരുന്നു. എന്നാൽ ആ യാത്രയ്ക്കപ്പുറം അവരെ കാത്തിരുന്നത് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളായിരുന്നു. അങ്ങനെ അർദ്ധരാത്രിയിൽ അവർ യാത്ര ചെയ്യാൻ ആരംഭിച്ചു. മിക്കവാറും പല കോളേജ് ടൂറുകളും അങ്ങനെ തന്നെയാണ്, രാത്രിയിലാണ് യാത്ര ചെയ്യാറ്. കാരണം ഒരു സ്റ്റേ എങ്കിലും അവർക്ക് കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ അത്രത്തോളം ബഡ്ജറ്റ് ലാഭിക്കാമല്ലോ എന്ന് കരുതിയായിരുന്നു പല കോളേജുകളും ഇത്തരത്തിലുള്ള ടൂർ ഐറ്റിനറീസ് എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. മിക്കവാറും അവരുടെ യാത്രകളെല്ലാം രാത്രിയായിരുന്നു. അങ്ങനെയായിരുന്നു ഈ മൂന്നാറിലെ ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ കൊടൈക്കനാലിൽ അവരെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ചതിയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ, എങ്ങനെ മനസ്സിലാക്കാനാണല്ലേ? മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക്. നാലാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ 18 പേർ അന്ന് യാത്രയ്ക്കായി പുറപ്പെടുന്നു. അവർ അർദ്ധരാത്രി 12 മണിക്കാണ് ബസ്സിനകത്തേക്ക് കയറിയത്. അവരെല്ലാവരും കയറിയ ഉടനെ തന്നെ ബസ് അവിടെ നിന്നും പുറപ്പെടുകയുണ്ടായി. ഈ 18 വിദ്യാർത്ഥികളുടെ കൂടെ 2 അധ്യാപകരും കൂട്ടുപോയിരുന്നു. അങ്ങനെ അവർ പതുക്കെ ചില കളിയും ചിരിയുമൊക്കെയായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു 50 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരിലും ഉറക്കം വന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവർ ഒഴികെ ബാക്കി എല്ലാവരും ഉറക്കത്തിലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ അവസാനമായി കൊടൈക്കനാലിലെ ചുരം കയറാൻ തീരുമാനിച്ചത്. ആ ഡ്രൈവർ ആ സമയത്ത് കുട്ടികളെ എല്ലാവരും വിളിച്ച് ഒന്ന് പറഞ്ഞു, നിങ്ങൾ കുറച്ച് സമയത്തേക്ക് ഉറങ്ങാതിരിക്കണം, നമ്മൾ ചുരം കയറി തുടങ്ങുകയാണ്. എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഉറക്കത്തിലാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ചുരം അവസാനിക്കുന്നത് വരെയെങ്കിലും നിങ്ങൾ ഉറങ്ങാതിരിക്കണമെന്ന് വിദ്യാർത്ഥികളോടായി ആ ഡ്രൈവറുടെ സഹായിയും പറഞ്ഞു. അത് കേട്ട സമയം മുതലേ ചില വിദ്യാർത്ഥികൾക്ക് അല്പം ഭയം തോന്നിയിരുന്നു, പ്രത്യേകിച്ച് ചില പെൺകുട്ടികൾക്ക്. അങ്ങനെ അവർ ഓരോ ചുരങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഒരു സഡൻ ബ്രേക്ക് ആ ഡ്രൈവർ ഇട്ടത്. അതോടുകൂടി വണ്ടിയിലെ ബാക്കിലിരുന്ന വിദ്യാർത്ഥികളടക്കം മുന്നോട്ട് കുതിച്ചു വരികയുണ്ടായി. ആ സമയത്ത് ചില വിദ്യാർത്ഥികൾ ആ ഡ്രൈവറെ വഴക്ക് പറഞ്ഞെങ്കിലും ആ ഡ്രൈവർ പറഞ്ഞു, പെട്ടെന്ന് ആരോ ഒരു നിഴൽ രൂപം ഏതോ ഒരു സ്ത്രീ വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയതുപോലെ തോന്നി. എന്നിട്ട് എവിടെയെന്ന് വിദ്യാർത്ഥികൾ ചോദിച്ച സമയത്ത് പിന്നെ ആ സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് പല വിദ്യാർത്ഥികളും വിശ്വസിച്ചില്ല. എന്നാൽ റിജു അത് കണ്ടിരുന്നു. റിജു പുറമേയുള്ള കാഴ്ചകളൊക്കെ മൊബൈലിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ റിജു ആ കാഴ്ച കണ്ടിരുന്നു. റിജു പതുക്കെ ഡ്രൈവറുടെ സീറ്റിനടുത്തേക്ക് വന്ന് പറഞ്ഞു, ഡ്രൈവർ, ഞാനും ആ കാഴ്ച കണ്ടിരുന്നു. എന്നാൽ ആ സ്ത്രീയുടെ മുഖം വ്യക്തമായിരുന്നില്ല, ആ സ്ത്രീയുടെ കാൽപാദം നിലത്ത് തൊടുന്നുണ്ടായിരുന്നില്ല എന്ന് കൂടി ആ ഡ്രൈവറോട് പറഞ്ഞു. റിജുവിനോടായി ആ ഡ്രൈവർ പറഞ്ഞു, ഞാനും അത്തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. നിങ്ങൾ പേടിക്കാതെ പുറകിൽ ചെന്നിരുന്നോളൂ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഡ്രൈവർ പിന്നെയും വണ്ടി മുന്നോട്ട് പായിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അല്പസമയം പിന്നിട്ടപ്പോഴാണ് ഒരു പ്രത്യേക വളവിലെത്തിയപ്പോൾ ബസ്സിനെന്തോ ഒരു തകരാറ് പോലെ ബസ് അവിടെ നിശ്ചലമായി. അതിൽ നിന്നും സഹായി അടക്കം ഡ്രൈവറും ചില വിദ്യാർത്ഥികളും പുറത്തേക്കിറങ്ങി വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് പരിശോധിക്കാൻ തുടങ്ങി. ആ സമയത്ത് വിദ്യാർത്ഥികളിൽ പലരും വളരെ ആവേശത്തിലായിരുന്നു. കാരണം കോടമഞ്ഞും അവിടുത്തെ തണുപ്പും എല്ലാം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും അതെല്ലാം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു.
എന്നാൽ റിജുവിനും ആ ഡ്രൈവർക്കും മുഖത്ത് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഉള്ള പോലെ തോന്നി. അങ്ങനെ വണ്ടിയെല്ലാം പരിശോധിക്കുന്നതിനിടയിലാണ് ഡ്രൈവർക്ക് കാര്യം മനസ്സിലായത്. വണ്ടിക്ക് കാര്യമായ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഇന്ന് എന്തായാലും മുന്നോട്ട് പോകാൻ യാതൊരു നിവൃത്തിയുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്കാം. എന്നിട്ട് പുലർച്ചെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നിന്നും മെക്കാനിക്സിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് പുലർച്ചെ നമുക്ക് ഇവിടെ നിന്നും മടങ്ങാമെന്ന് പറയുകയുണ്ടായി. അതിനുശേഷം ഡ്രൈവർ എല്ലാവരെയും നിർബന്ധിച്ച് ആ ബസ്സിലേക്ക് കയറ്റി. അതിനുശേഷം എല്ലാവരോടുമായി ആ വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്യാനും പറഞ്ഞു. അതോടൊപ്പം വിൻഡോക്ക് തൊട്ടടുത്തുള്ള കർട്ടണും നീക്കാൻ പറഞ്ഞു. എന്നാൽ സ്റ്റുഡൻസ് എല്ലാവരും ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങൾക്ക് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. എന്നാൽ അതിന് ആ ഡ്രൈവർ കാര്യമായി ഒന്നും പറഞ്ഞില്ല. കാരണം ആ ഡ്രൈവർക്ക് വളരെ വ്യക്തമുണ്ടായിരുന്നു ഈ കൊടൈക്കനാലിലെ ഈ ചതി വഴികളെക്കുറിച്ച്. കാരണം ഒരുപാട് ആത്മാക്കൾ വസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി ഡ്രൈവർ പറഞ്ഞതുപോലെ തന്നെ കേൾക്കാൻ ആരംഭിച്ചു. എന്നാൽ അതിനുശേഷം ചിലവരെല്ലാം ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. ചിലർ മൊബൈൽ ഫോണിലും അതുപോലെ ബസ്സിലെ ടിവിയിൽ എന്തൊക്കെയോ ഫിലിംസ് എല്ലാം കണ്ടു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ബസ്സിന് മുകളിലേക്ക് ആരോ എടുത്തു ചാടുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടത്. എല്ലാവരും പെട്ടെന്ന് ബസ്സിന്റെ മുകളിലേക്ക് നോക്കി. എന്നാൽ ആർക്കും അത് എന്താണെന്ന് മനസ്സിലായില്ല. അല്പസമയം ആ ശബ്ദം നിലച്ചു നിന്നു. എന്നാൽ അടുത്ത ഒരു മിനിറ്റിന് ശേഷം അവിടെ വീണ്ടും ശബ്ദം വരാൻ തുടങ്ങി. ആരോ ബസ്സിന് മുകളിലൂടെ നടക്കുന്ന പോലെയുള്ള ഒരു പ്രത്യേകതരം ശബ്ദം. എല്ലാവരും ഭയത്തോടെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിൽ രണ്ടുപേരും ഡ്രൈവറോട് പറഞ്ഞു, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ്? നിങ്ങൾ ഞങ്ങളോടായി എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം. കുട്ടികൾ വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം? ആ സമയത്താണ് ഡ്രൈവർ അവരോടായി ഒരു കഥ പറഞ്ഞത്. പണ്ട് ഈ വളവിൽ ഒരു സ്ത്രീയെയും അവരുടെ കുഞ്ഞിനെയും കാണാതായിരുന്നു. ആ ഭാഗത്ത് പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ആ നാട്ടിലെ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും അവരെ തിരഞ്ഞെങ്കിലും അവർക്ക് ആർക്കും തന്നെ ആ അമ്മയെയും കുഞ്ഞിനെയും കാണാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം അവിടെ താഴ്വാരത്ത് നിന്നും ആ കൊക്കയിൽ നിന്നും ഒരു അമ്മയുടെയും തൻ്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെയും ശവശരീരം ലഭിച്ചിരുന്നു. വളരെ അഴുകിദ്രവിച്ച് ഏകദേശം 1 മാസത്തോളം പഴക്കമുള്ള ഒരു ശരീരമായിരുന്നു ലഭിച്ചിരുന്നത്. അടുത്തുള്ള മോർച്ചറിയിൽ ആ ഒരു ശരീരം ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ അവകാശികളായിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല. പിന്നീട് കുറെ നിയമ നടപടികളെല്ലാം കഴിഞ്ഞാണ് അവരെ അടക്കം ചെയ്തത്. അതിനുശേഷം അർദ്ധരാത്രിയിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഈ വഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ ഒരു അമ്മ തൻ്റെ കയ്യിൽ ഒരു കുഞ്ഞുമായി നിൽക്കുന്ന പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. ആരെങ്കിലും അവളെ നോക്കുകയാണെങ്കിൽ അവരുടെ കൂടെ അവൾ പോരുമായിരുന്നു എന്നാണ് പഴയ കഥ. കുറച്ചു നേരത്തെ നമ്മൾ പോരുന്ന വഴിയിൽ പെട്ടെന്ന് ഞാനൊന്ന് ബ്രേക്ക് ചവിട്ടിയത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചതല്ലേ? ആ സമയത്ത് ഞാനും ഈ കാഴ്ച കണ്ടിരുന്നു. ഒരു സ്ത്രീ നടുറോഡിൽ മഞ്ഞിനുള്ളിൽ നിൽക്കുന്നത് കണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയത്. എന്നാൽ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല. ആ ഒരു കാഴ്ച എന്നെ കുറച്ച് അസ്വസ്ഥനാക്കി. പിന്നെ ഈ വണ്ടി തകരാറ് കൂടി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത തരം ഭയം തോന്നി. നിങ്ങളുടെ കൂടെയുള്ള ഈ റിജു എന്ന് പറഞ്ഞ കുട്ടിയും ആ ഒരു കാഴ്ച കണ്ടു എന്ന് എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു. എന്നാൽ റിജു കണ്ട കാഴ്ചയിൽ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞുമുണ്ടായിരുന്നു എന്നാണ് കഥ. ഈ ബസ്സിൽ യാത്ര ചെയ്ത ഞങ്ങൾ 2 പേരും ആ സ്ത്രീയെ കണ്ടതുകൊണ്ട് തന്നെ ആ സ്ത്രീ നമ്മളെ വിട്ട് എങ്ങോട്ടും പോവാൻ സാധ്യതയില്ല. പുലരും വരെ നമ്മളെ ആരെങ്കിലും അവൾ ഇരയാക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റും വലയം പ്രാപിച്ചിരിക്കാം. അതാണ് ആ ശബ്ദം. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ദൂരെ മഞ്ഞിൽ നിന്നും ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടത്. ആ വെളിച്ചത്തിൽ അവരെല്ലാവരും കണ്ടു ആ വിചിത്രമായ ആ രൂപത്തെ. ഒരമ്മ തൻ്റെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുമായി നിൽക്കുന്നു. അവളുടെ മുഖത്ത് കണ്ണുകൾക്ക് പകരം ഒരു കറുത്ത കുഴിയായിരുന്നു. അവളുടെ മുഖത്ത് ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് മൂക്കും വായയും ചെവിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്തൊക്കെ ചില മാംസപിണ്ഡങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ തൻ്റെ കയ്യിലെ കുഞ്ഞിന് അതെല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും ഒരു മനുഷ്യ കുഞ്ഞു പോലെ തന്നെ. എന്നാൽ ആ കുഞ്ഞ് ചിരിക്കുമ്പോൾ അവരെല്ലാവരും ശ്രദ്ധിച്ച ഒരു വിചിത്ര കാര്യമുണ്ട്. ആ കുഞ്ഞിൻ്റെ നാവിന് ഒരുപാട് നീളം കൂടുതലായിരുന്നു.
ഒരു പൈശാചിക കഥയിലൊക്കെ കാണുന്നത് പോലെ നീളമുള്ള നാവ്. ആ ഒരു കാഴ്ച കൂടെ കണ്ട സമയത്ത് എല്ലാവരും ആ ബസ്സിനുള്ളിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങുകയുണ്ടായില്ല. ആ സമയത്ത് ഡ്രൈവർ ഒന്നുകൂടെ പറഞ്ഞു, ഭയമാണ് അവരെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത്. നമ്മൾ ഭയപ്പെട്ടിരുന്നാൽ അവൾ നമ്മളെ ഉപദ്രവിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ രാത്രിയെയും ഈ ഭയത്തെയും നമ്മൾ മറികടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. നിങ്ങൾ ഈ 18 പേരും ഈ 2 ടീച്ചേഴ്സും ഞങ്ങൾ 2 പേരടക്കം 22 പേർ ഈ ഒരു ബസ്സിൽ കൊല്ലപ്പെടും. ഇതുകൂടി കേട്ട ഉടനെ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും വളരെയധികം വിഷമവും സങ്കടവും ഭയവും തോന്നി തുടങ്ങി. എന്നാൽ അവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു രാത്രിയിലെ ഭയത്തെ മറികടക്കാൻ തീരുമാനിക്കുന്നു. അവർക്ക് ചുറ്റും പല അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടെങ്കിലും അവർ ആരും തന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരു രാത്രി മുഴുവൻ അവർ ആ ഭയത്തെ മറികടന്ന് പുലർച്ചെ സൂര്യന്റെ ആദ്യകിരണം അവരുടെ ബസ്സിന്റെ ഗ്ലാസ്സിൽ പതിക്കുന്ന സമയത്താണ് അവരെല്ലാവരും പുറത്തേക്ക് നോക്കുന്നത്. ആ സമയത്ത് ഒരു മൂടൽ മഞ്ഞിൽ നിന്നും ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞുമായി ദൂരേക്ക് മറഞ്ഞു പോകുന്ന കാഴ്ച ആ ബസ്സിലെ എല്ലാവരും കണ്ടതാണ്. പലപ്പോഴും ഞാൻ ചില കഥകൾ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൊടൈക്കനാലിലെ ഹെയർ പിന്നിലെ ചില പ്രേതാത്മാക്കളെ കുറിച്ച്. എപ്പോഴും അപകട മരണങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ആത്മാക്കൾ തിങ്ങി നിൽക്കും എന്നാണ് എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണോ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നത് അതുവരെ ഇതും ഒരു കെട്ടുകഥ മാത്രം. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂടാം.